ശത്രുക്കൾ എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവോ അത്രത്തോളം അവിടുത്തെ മികവും അവിടുത്തെ വളർച്ചയും അവിടുത്തെ പ്രശസ്തിയും കൂടിയിട്ടേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ ശത്രുക്കൾ പറഞ്ഞു വരുത്തിയ പല ആരോപണങ്ങളും ഒരു വേള പലരും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വരെ കാരണമായി തീരുകയാണ് ഉണ്ടായത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ശത്രുക്കൾ പ്രചരിപ്പിച്ച ആരോപണങ്ങളുടെ നിജസ്ഥിതി അറിയാൻ എത്തിയ ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിച്ച് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത്. എന്തൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് ശത്രുക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ ആരോപണങ്ങൾ മെനഞ്ഞുവോ? ഇസ്ലാമിലേക്ക് ആളുകൾ അടുക്കാതിരിക്കാനല്ലേ അത് പറഞ്ഞത്? ആ പ്രവാചകനെ പിൻപറ്റാതിരിക്കാനല്ലേ അത് പറഞ്ഞത്? എന്നാൽ അവരുടെ ലക്ഷ്യങ്ങൾ മുഴുവൻ തകിടം മറിഞ്ഞതായാണ് ഇസ്ലാമിക ചരിത്രം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവർ പറഞ്ഞു പരത്തിയത് കേട്ട് മനസ്സിലാക്കിയ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ ചെന്ന് സത്യത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവിടുത്തോട് വിശ്വസിച്ചുകൊണ്ട് തിരിച്ചുപോയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ ഫലിച്ചിട്ടില്ല എന്നതിന് ചരിത്രത്തിലെ വളരെ കൃത്യമായ രേഖകളാണതൊക്കെ. ഒരൊറ്റ ഉദാഹരണം സുഹൃത്തുക്കളെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ശത്രുക്കൾ പറഞ്ഞു പരത്തിയ ഒരു ദുരാരോപണമുണ്ടായിരുന്നു. അവിടുത്തേക്ക് മനസ്സിന് സുഖല്യ, മനോരോഗിയാണ്, ഭ്രാന്ത് ബാധിച്ചിരിക്കുന്നു, ജിന്നുകൂടിയ വ്യക്തിയാണ്, പിശാച് ബാധിച്ചിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാനസികമായ ആരോഗ്യത്തെ പോലും ചോദ്യം ചെയ്ത് ഭ്രാന്തനാണെന്നും പിശാച് ബാധിച്ചവനാണെന്നും പറഞ്ഞു പരത്തിക്കൊണ്ട് അവിടുത്തെ സമീപത്തേക്ക് ആളുകൾ അടുക്കാതിരിക്കാനും അവിടുന്ന് ക്ഷണിക്കുന്ന കലിമത്ത് തൗഹീദിന്റെ വെളിച്ചം ജനങ്ങളിൽ നിന്ന് മറച്ചുപിടിക്കാനും വേണ്ടി ശത്രുക്കളെമ്പാടും പ്രചരണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രചരണം കേൾക്കാൻ ഇടയാവുകയാണ് ഒരു മഹാനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പേര് ചരിത്രത്തിൽ നമുക്ക് കാണാം, ളിമാദ് റളിയല്ലാഹു തആല അൻഹു ആണ്. അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് ആ ചരിത്രം കാണാം. എന്താണ് പറയുന്നത്? അന്ന ളിമാദൻ ഖദിമ മക്ക, അല്പം ദൂരെയുള്ള പ്രദേശത്തുകാരനായ ളിമാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഖദിമ മക്ക, അദ്ദേഹം മക്കയിൽ വരികയാണ്. മക്കയിൽ വന്നപ്പോ അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വകാന യർഖി മിൻ ഹാദിഹി റീഹ്, ഇങ്ങനെ പിശാച് ബാധിച്ച ആളുകളെ, ജിന്ന് ബാധിച്ച ആളുകളെ, പിശാച് ബാധിച്ചവരെ, ഭ്രാന്തുള്ളവരെ ഒക്കെ മന്ത്രിച്ച് ചികിത്സിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഫസമിഅ സുഫഹാഅ മിൻ അഹ്ലി മക്ക, ഇദ്ദേഹം മക്കയിലെത്തിയപ്പോൾ, ഇദ്ദേഹം കാഫിറാണ്, വിശ്വാസിയല്ല. ആ വ്യക്തി മക്കയിലെത്തിയപ്പോൾ മക്കക്കാരിൽ നിന്നുള്ള വിഡ്ഢികളായ ആളുകൾ പറയുന്നത് അയാൾ കേട്ടു. എന്താ അവര് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്? യഖൂലൂന ഇന്ന മുഹമ്മദൻ മജ്നൂൻ, നിശ്ചയം മുഹമ്മദ് പിശാച് ബാധിച്ചവനാണ്, ഭ്രാന്ത് പിടിച്ചവനാണ്, ഭ്രാന്താണ്, തലക്ക് സുഖമില്ലാത്ത ഒരാളുണ്ട് ഈ മക്കയിൽ എന്നിങ്ങനെ മക്കയിലേക്ക് വന്ന വിദേശിയായ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ശത്രുക്കളുടെ പ്രചരണം അദ്ദേഹത്തിന്റെ കാതിലും വരികയാണ്. അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നി. ഇങ്ങനെ ഒരാള് സുഖമില്ലാതുണ്ടോ എങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ചികിത്സിക്കണല്ലോ. ആ നിലക്ക് അദ്ദേഹം ഫഖാല, അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, ലൗ അന്നീ റഅയ്തു ഹാദാ റജുല ലഅല്ല അല്ലാഹ യശ്ഫീഹി അലാ യദയ്യ, ലൗ അന്നീ റഅയ്തു ഹാദാ റജുല, ഈ മനുഷ്യനെ, ആ പുരുഷനെ, ഈ പുരുഷനെ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റിയിരുന്നുവെങ്കിൽ, ലഅല്ല അല്ലാഹ യശ്ഫീഹി അലാ യദയ്യ, എന്റെ കൈക്ക് അല്ലാഹ് അദ്ദേഹത്തിന് ശിഫ കൊടുത്താലോ. ഞാൻ ഇങ്ങനെ ഈ കാര്യം ചികിത്സിക്കുന്ന ആളാണല്ലോ, ഇങ്ങനെ ഈ ചികിത്സയായിട്ട് നടക്കുന്ന ഒരാളായതുകൊണ്ട് മുഹമ്മദിന് ഇങ്ങനെ സുഖമില്ലെങ്കിൽ, ഇങ്ങനെ ഭ്രാന്താണെങ്കിൽ അതിന് ചികിത്സിക്കുന്ന ഒരാളാണല്ലോ ഞാൻ, മന്ത്രിക്കുന്ന ഒരാളാണല്ലോ ഞാൻ, അതുകൊണ്ട് എന്റെ കൈക്ക് അദ്ദേഹത്തിനൊരു ശിഫ കിട്ടിയാലോ എന്ന് ആത്മാർത്ഥമായിട്ട് പരിഹസിച്ചിട്ടൊന്നുമല്ല. കാരണം ളിമാദ് കേൾക്കുന്നത് ഇയാൾക്ക് സുഖമില്ലാണ്.
അപ്പോ എന്തായിരുന്നാലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആരോ ആവട്ടെ ഒരു പരിചയമില്ല, എന്നാ പോയി നോക്കുക, എന്റെ കൈ മുഖേന അദ്ദേഹത്തിന്, എന്റെ കൈക്ക് അള്ളാഹു അദ്ദേഹത്തിന് ഒരു ശിഫ കൊടുത്താലോ എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പോവുകയാണ്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഫലഖിയഹു, അങ്ങനെ ദിമാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടുമുട്ടി. ഫഖാല, അദ്ദേഹം വിളിച്ചു, അദ്ദേഹം അറിഞ്ഞല്ലോ അന്ന് മുസ്ലിമല്ല, അദ്ദേഹം വിളിച്ചു, യാ മുഹമ്മദ്, യാ മുഹമ്മദ്, മുഹമ്മദേ, ഇന്നി അർഖി മിൻ ഹാദിഹി റീഹ്, ഇത്തരത്തിലുള്ള പിശാച് ബാധയുള്ള ആളുകൾക്ക് മന്ത്രിക്കുന്നയാളാണ് ഞാൻ, അങ്ങനെ അതിന് മന്ത്രം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്നല്ലാഹ യശ്ഫി അലാ യദയ്യ മൻ ശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ എന്റെ കൈ മുഖേന അല്ലാഹു ശിഫ കൊടുക്കാറുണ്ട്. ഞാൻ മുഖേന പലർക്കും ശിഫ കിട്ടിയിട്ടുണ്ട്, അല്ലാഹു ശിഫ കൊടുത്തിട്ടുണ്ട്. ഫഹല്ലക, ഞാൻ നിങ്ങൾക്ക് ചികിത്സിക്കട്ടെയോ, ഞാൻ നിങ്ങൾക്ക് മന്ത്രിക്കട്ടെയോ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഈ മനുഷ്യൻ ചോദിച്ചതാണ്, പരിഹസിച്ചതല്ല. അദ്ദേഹം അത് വിശ്വസിച്ചിരിക്കുകയാണ്. അത് കേട്ടിട്ട് മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ ആരും അദ്ദേഹത്തെ സമീപിക്കരുതെന്ന് വിചാരിച്ച് ദുഷ്ടന്മാർ നടത്തിയ ദുഷ്പ്രചരണം നോക്കൂ നിങ്ങൾ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിലേക്ക് എങ്ങനെന്നോ എത്തിയ ദിമാദ് റളിയല്ലാഹു അൻഹുവിനെ ആ സദസ്സിൽ എത്തിച്ചത് ഈ ദുഷ്പ്രചരണമായിരുന്നു എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ദിമാദ് അവിടെ പോവില്ല, അല്ലെങ്കിൽ ദിമാദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മജ്ലിസിൽ എത്തില്ല. ശത്രുവിന്റെ ഈ ദുഷ്പ്രചരണമാണ് ദിമാദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മജ്ലിസിലേക്ക് എത്തിച്ചത്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ചികിത്സിക്കട്ടെയോ, എന്റെ കൈക്ക് പലർക്കും ശിഫ കിട്ടിയിട്ടുണ്ട്, അല്ലാഹു ശിഫയാക്കിയിട്ടുണ്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല, പ്രത്യേകിച്ചൊന്നും അദ്ദേഹത്തോട് ദേഷ്യം പിടിച്ചൊന്നുമില്ല. എന്താ പറഞ്ഞത്? ഉടനെ പറഞ്ഞു, ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അമ്മാ ബഅദ്. ഇത്രേ പറഞ്ഞുള്ളൂ, ഇത്രേ പറഞ്ഞുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖുതുബകളും പ്രസംഗങ്ങളും ഒക്കെ ആരംഭിക്കുമ്പോൾ അവിടുന്ന് ഒരു ഉപദേശത്തിന്റെ തുടക്കത്തിൽ പറയുന്ന മഹത്വമേറിയ മഹൽ വചനങ്ങൾ എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. നഹ്മദുഹു, നാം അവനെ സ്തുതിക്കുന്നു. വനസ്തഈനുഹു, നാം അവനോട് മാത്രം കാവലിനെ ചോദിക്കുന്നു. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു, ആർക്ക് അല്ലാഹു സന്മാർഗം നൽകിയോ അവനെ പഴപ്പിക്കുന്ന ഒരാളുമില്ല. വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു, ആരെ അല്ലാഹു തആല പഴപ്പിച്ചിട്ടുണ്ടോ, ആർക്കല്ല ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലയോ, ഫലാ ഹാദിയ ലഹു, അവന് സന്മാർഗം കൊടുക്കാനും ഒരാൾക്കും സാധ്യമല്ല. വഅശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ ഒരാരാധ്യനും ഇല്ലേ ഇല്ല എന്ന്. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവൻ ഒരു പങ്കാളിയുമില്ല. വഅന്ന മുഹമ്മദൻ, നിശ്ചയമായും മുഹമ്മദ്, അബ്ദുഹു, ആ അല്ലാഹുവിന്റെ ഏകനായ ഇലാഹായ അല്ലാഹുവിന്റെ ദാസനാണ്. വറസൂലുഹു, അവന്റെ ദൂതനുമാണ്. അമ്മാ ബഅദ്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ ശേഷം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവരെ പറഞ്ഞു നിർത്തിയപ്പോഴേക്ക് ദിമാദ് എന്ന മനുഷ്യൻ പറയുന്നു, അഇദ് അലയ്യ കലിമാതിക ഹഉലാ, മുഹമ്മദേ, നിങ്ങൾ ഇപ്പൊ എന്നെ കേൾപ്പിച്ച ആ വാചകങ്ങളൊന്ന് എന്നോട് ആവർത്തിച്ച് കേൾപ്പിക്കൂ. ഇപ്പൊ പറഞ്ഞ വാചകങ്ങൾ എനിക്ക് ഒന്നുകൂടി ആവർത്തിച്ച് കേൾപ്പിക്കൂ. فأعادهن عليه رسول الله صلى الله عليه وسلم 3 مرات. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഞാൻ വായിക്കുന്നത്. അതേ ആ സന്ദർഭത്തിൽ ദിമാദ് ആവശ്യപ്പെട്ടതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ മഹൽ വചനങ്ങൾ, ഈ കലിമത്തുകൾ ഇങ്ങനെ 3 തവണ അദ്ദേഹത്തിന്റെ മുമ്പിൽ ആവർത്തിച്ച് കേൾപ്പിച്ചു. ഇതങ്ങ് കേട്ടപ്പോഴേക്ക് ഈ അൽഹംദുലില്ലാഹ്
നഹ്മദുഹു വനസ്തഈനുഹു من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله എന്നതുവരെ കേട്ടപ്പോഴേക്ക് തന്നെ ദുമാദിന്റെ മനസ്സ് മാറുന്നു. അദ്ദേഹം പറയുന്നു, ലഖദ് സമിഅ്തു ഖൗലൽ കഹന വഖൗലസ് സഹറ വഖൗലശ് ശുഅറാ. ഞാൻ ഒരുപാട് ജ്യോത്സ്യന്മാരുടെ വാക്കുകൾ കേട്ടവനാണ്, ഒരുപാട് ജാലവിദ്യക്കാരുടെ സാഹിറുകളുടെ വാക്യങ്ങൾ കേട്ടവനാണ്, ഒരുപാട് കവികളുടെ വാക്യങ്ങളും കവിതകളും ഒക്കെ കേട്ട് തഴമ്പിച്ചവനാണ് ഞാൻ. എന്നാൽ ഫമാ സമിഅ്തു മിസ്ല കലിമാതിക ഹഉലാ, താങ്കളിൽ നിന്ന് ഇപ്പോൾ കേട്ടിട്ടുള്ള ഇതുപോലെയുള്ള ഒരു കലിമത്ത് ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. വലഖദ് ബലഗ്ന നഊസൽ ബഹരി, ഏത് വലിയ സമുദ്രത്തിന്റെ അടിത്തട്ടിലും അതേ ആഴ്ന്നിറങ്ങുന്ന നിലക്കുള്ള വാക്കാണല്ലോ അങ്ങ് ഉച്ചരിച്ചത്. ഇതും പറഞ്ഞുകൊണ്ട് മഹാനായ ദിമാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അപേക്ഷിക്കുകയാണ്, ഹാത്തിയദക, അങ്ങയുടെ കൈയൊന്നു നീട്ടൂ, ഉബായിഉക അലൽ ഇസ്ലാം, ഞാൻ അങ്ങയോട് ഞാൻ മുസ്ലിമായി കൊള്ളാം എന്നതിന്റെ പേരിൽ പ്രതിജ്ഞ എടുക്കട്ടെ, ഞാൻ മുസ്ലിമാകാൻ തയ്യാറാണ്, ആ പരിശുദ്ധമായ കരം ഒന്ന് എന്നിലേക്ക് നീട്ടിത്തരൂ. ഖാല, അങ്ങനെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഫബായഅഹു, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അദ്ദേഹം കൈപിടിച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ട് മുസ്ലിമാകുന്നു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആഗ്രഹം നോക്കൂ. അദ്ദേഹത്തോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, വഅലാ ഖൗമിക്, വഅലാ ഖൗമിക്, താങ്കളുടെ സമുദായത്തിന്റെ അടുത്തും നിങ്ങൾ ഈ പ്രതിജ്ഞ പഠിപ്പിക്കാമോ? ഞാൻ ഈ പഠിപ്പിച്ച ആദർശം നിങ്ങളുടെ നാട്ടിൽ പോയിട്ട് നിങ്ങളുടെ സമൂഹത്തോടും പറയാമോ? അതും നിങ്ങൾ ചെയ്യുമോ? ദിമാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതേ നബിയേ, വഅലാ ഖൗമി, എന്റെ കാര്യത്തിൽ മാത്രമല്ല എന്റെ നാട്ടുകാർക്കും കൂടി പ്രതിനിധിയായിക്കൊണ്ട് അങ്ങയിൽ നിന്ന് ഈ വിശുദ്ധമായ ആദർശത്തെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഇമാം മുസ്ലിം അവിടുത്തെ അതേ സ്വഹീഹ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണിത്. ഈ സംഭവത്തിൽ നിന്ന് എന്താണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ചില കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, അതേ മഹാന്മാരായ പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരിൽ അതിശ്രേഷ്ഠനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചു പോലും ശത്രുക്കൾ ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. വളരെ മോശപ്പെട്ടവനാണ്. അതേ ഇന്നും ഒരു രൂപത്തിലുള്ള പ്രചരണങ്ങൾ ശക്തമാണല്ലോ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് പാട്ടുംപാടി നടക്കുന്ന ഒരു ഷായിറാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ജ്യോത്സ്യൻ കാഹിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മജീഷ്യനാണ്, മെസ്പരീസം കൊണ്ട് നടക്കുന്ന മായാജാലക്കാരനായ സാഹിറാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മജ്നൂൻ പിശാചുബാധയേറ്റിട്ടുള്ള ഭ്രാന്തനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ ആധുനിക കാലഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചുള്ള ദുഷ്പ്രചരണങ്ങളുടെ ശക്തി അടങ്ങിയിട്ടില്ല. അവിടുത്തെ ലൈംഗിക പരിശുദ്ധിയെ വരെ ചോദ്യം ചെയ്യുന്ന സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, കാർട്ടൂണുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടുത്തെ മനസ്സിന്റെ ക്രൂരതയാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടുള്ള കാർട്ടൂണുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതേ ഏത് കാലത്തും ഇസ്ലാമിന്റെ നേതാക്കൾ, ഇസ്ലാമിന്റെ പ്രവാചകന്മാർ വളരെയേറെ ദുഷിച്ച ആരോപണങ്ങൾക്കെല്ലാം വിധേയരായപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചിന്തിച്ചു നോക്കൂ, സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ്. അതേ ശത്രുക്കളെ വരെ ഇസ്ലാമിലേക്ക് അടുപ്പിച്ചത് ഇദ്ദേഹം മന്ത്രിക്കാൻ ചെന്നതാണ്. അത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ജനതയും ഇസ്ലാമിലേക്ക് എത്താനാണ് നിമിത്തമായത്. ഇന്നും അത് തുടരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ശത്രുക്കൾ എത്ര ശക്തമായ ആരോപണങ്ങൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് അധുനാധുന മീഡിയകൾ ഉപയോഗപ്പെടുത്തിയിട്ട് പ്രചരിപ്പിക്കുന്നുവോ അതിന്റെ 10 മടങ്ങതാ ആളുകൾ വസ്തുതകൾ പഠിക്കാൻ തയ്യാറാകുന്നു. അവിടുത്തെ ചരിത്രം അവർ മനസ്സിലാക്കുന്നു, അവിടുത്തെ മഹത്വം അവർ മനസ്സിലാക്കുന്നു.
മനസ്സിലാക്കിക്കൊണ്ട് ശത്രു എന്തുദ്ദേശിച്ചുകൊണ്ടാണോ ആരോപണങ്ങൾ പറഞ്ഞതെങ്കിൽ അതിന് നേർ വിപരീതമായി കൊണ്ട് ആളുകൾ അതാ അവിടുത്തെ മഹത്വത്തെ വാഴ്ത്തുന്നു, ഇസ്ലാമിലേക്ക് കൂട്ടമായി കടന്നു വരുന്നു. അതിന്റെ മുമ്പിൽ ഉദാഹരണമായി പറയാൻ എമ്പാടുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരുപാട് ആളുകൾ അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ നിമിത്തമായി. നോക്കണം, അപ്പൊ ഏത് ദുരാരോപണങ്ങളും കേൾക്കുന്ന മാത്രയിൽ നമുക്ക് വിഷമം തോന്നിയേക്കും, പക്ഷെ അതിന്റെ പിന്നിലൊക്കെ അല്ലാഹു ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മജ്നൂൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോ അതെ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ഒരാൾക്ക് എത്താനും അദ്ദേഹത്തിന്റെ സമൂഹം ഒന്നടങ്കം ഇസ്ലാമിലേക്ക് കടന്നു വരാനും ആ ഒരു ദുരാരോപണമാണ് നിമിത്തമായതെങ്കിൽ ഇന്നും അത് തുടരുന്നു, ഇനിയും അത് തുടരും. സഹോദരങ്ങളെ, അത് നമ്മുടെ മനസ്സുകൾക്ക് കരുത്തു പകരേണ്ടുന്ന ഒരു മഹനീയമായ ചരിത്രമാണ്.